നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നമ്മൾ ഒത്തിരി നാളായല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, എൻ്റെ ഒരു ഡ്രോയിങ് ബുക്ക് നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഞാൻ വലിയ ഡ്രോയിങ്സൊന്നും ഇല്ല, എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ഞാൻ കുറച്ച് ഡ്രോയിങ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രോയിങ് ബുക്ക്, മൈ ലവ്ലി ഡ്രോയിങ് ബുക്ക്. ഇത് ഞാൻ എൻ്റെ 7ാം ക്ലാസ് മുതൽ യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ UP സ്കൂൾ മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ്. കിട്ടുന്ന ചെറിയ ടൈമിൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. അതേപോലെ ഒരു മൂഡ് കിട്ടണം എനിക്കത് ചെയ്യണമെങ്കിൽ. ഫസ്റ്റ് അതാണ് ഞാൻ വരച്ചത്. പിന്നെ ദിസ് ഇസ് മൈ സിസി, എൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒന്നും തോന്നുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്കൊരു സംതൃപ്തി ഉണ്ട്. പിന്നെയുള്ള ഈ ഒരു ബട്ടർഫ്ലൈ ആണ്. ഇത് എനിക്ക് ബട്ടർഫ്ലൈ എനിക്ക് ഓക്കെ, പക്ഷേ ആ ഫ്ലവർ ഞാൻ വെറുതെ തട്ടക്കുട്ടി ഒന്ന് വരച്ചു. പിന്നെ എനിക്ക് തീരെയും എൻ്റെ ഒരു ഡ്രോയിങ്ങിൽ തീരെയും എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്കെച്ച് വർക്ക്, ആ ഒരു വാട്ടർ കളർ പെയിൻറ് എനിക്കതാണ്. പിന്നെ ആ ബ്രഷ് പെൻ വരച്ചിട്ടുള്ളതെല്ലാം നല്ലതാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് കണ്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും കുഴപ്പമില്ല. പിന്നെയുള്ള ഈ ഒരു ഡ്രോയിങ്, ഇത് രാത്രിയിലിരുന്ന് വരച്ചതാണ്. ഇതെല്ലാം ഞാൻ ഓരോരോ ദിവസം ഇങ്ങനെ പകുതി വെച്ചിട്ട് വരയ്ക്കും. അപ്പം കിട്ടുന്ന ആ ഒരാഴ്ചയിൽ കിട്ടുന്നില്ലായിരിക്കും, ഒരാഴ്ചയിൽ ഒരു ദിവസം ചെയ്യും. അങ്ങനെ അതാണ് ഇത്രയും നീണ്ടത്. പിന്നെ ഇവിടെ ഞാൻ ഓയിൽ പാസിലാണ് രണ്ടിടത്തും കൊടുത്ത്. ആ റൈറ്റ് സൈഡിലുള്ളതിന് രണ്ടാമത്തത് ഓയിൽ പാസിലല്ല, പിന്നെ ബാക്കിയെല്ലാം ഓയിൽ പാസിലാണ്. സാധാ ക്രയോണാണ് മറ്റേത്. ഇത് ഞാൻ ഇന്നലെ വരച്ചൊരു പടമായിരുന്നു. ആ ഒരു സ്പേസ് അവിടെ ഇങ്ങനെ വെറുതെ കിടക്കുന്നതുകൊണ്ട് ആ ഒരു സൈഡ് ഞാൻ വരച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല, ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് അവൻ്റെ ഈ കുട്ടിക്കാലത്തെ ഫോട്ടോ, ജനിച്ച് വീണപ്പോഴുള്ളൊരു ഫോട്ടോ നോക്കി വരച്ചതാണ്. പിന്നെ ഈ ഫോട്ടോ ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രീ ഒക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ രാത്രി ഞാൻ വരച്ചിട്ട് ഫോട്ടോ. ഫുൾ രാത്രിയാണ് കേട്ടോ ഞാൻ വരയ്ക്കുക. എനിക്ക് രാത്രി വരയ്ക്കാനാണ്, അതേപോലെ ടൈം കിട്ടുന്നതും രാത്രിയാണ്. പിന്നെ ഇത് V ആണ്, BTSലെ നമ്മുടെ V ആണ്. കുഴപ്പമില്ലാതെ വരച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോട്ടിരിക്കട്ടെ. പിന്നെ ഇത് എൻ്റെ അനിയത്തി വരച്ചാണ്, കണ്ടാലേ മനസ്സിലാവുമല്ലോ. അത് ഞാൻ പിന്നെ കീറിക്കളഞ്ഞില്ല. ഇത് കണ്ടെന്ന് വിചാരിച്ചു. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ. ഇത് ഞാൻ ഞാൻ രാത്രിയാണ് വരച്ചത്. തട്ടിക്കുട്ടി എന്തൊക്കെയോ ഞാൻ വരച്ച് വെച്ചു. എന്താണ് എൻ്റെ മനസ്സിൽ വന്നതെന്ന് ചോദിക്കരുത്. ഒരു കാസ്റ്റിൽ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ബട്ടർഫ്ലൈ മാത്രം വരച്ചിട്ടുണ്ട്. ഒരു രാത്രി സമയത്താണ്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. എന്താ അറിയില്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു എനിക്ക് ഇതേപോലുള്ള ഒരു പടം വരച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ശരി എന്നാൽ ബൈ.